പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം നമ്മളിത് ദേവീദേവന്മാരുടെ പണം, സ്വർണം ഇതൊക്കെ അപഹരിച്ചാലുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ പറ്റിയാണ്. ദേവന്മാരുടെ സ്വത്ത് അപഹരിച്ചാൽ അതിൻ്റെ ശിക്ഷ എന്തായാലും കിട്ടും. അത് പെട്ടെന്ന് ശിക്ഷ കൊടുക്കുന്നത് ഭഗവതി, അവരെ കുട്ടിച്ചാത്ത ഇതുപോലെ ദേവതകളാണ്. മറ്റൊന്ന് കുറച്ച് കാലക്രമേണ കിട്ടും. ഇത് പറയാൻ കാരണം ശബരിമലയിൽ ഒരുപാട് സ്വർണവും പണവും ഒക്കെ അപഹരിച്ച് കുറേ ആൾ പോയി. ശബരിമല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു അക്ഷയഗിരിയാണ്. ഒരു സ്വാമി മാല എടുത്തത് പോലെ പോയി വരുമ്പോഴേക്ക് ഒരുപാട് പൈസ, ഒരുപാട് സാധനങ്ങൾ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾ, ഒരുപാട് വാഹനങ്ങൾക്ക് ജോലി ഉണ്ടാവും. അതുപോലെ തന്നെ കച്ചവടക്കാർ, അതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാർ, ലോട്ടറിക്കാർ, അത് ഇളനീർപ്പാറ പോലെ വൈദ്യുതി വെച്ച് വിൽക്കുന്നുണ്ട് ധാരാളം സാധനങ്ങൾ, മനന്നുങ്ക്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ജാതിവേദ വലിയ ഒരു കൊല്ലത്തേക്ക് വേണ്ടിയ ഏകദേശം പൈസ ഉണ്ടാക്കുന്ന ചില കച്ചവടക്കാരുണ്ട്. അങ്ങനെ ബേക്കറി ആയിക്കോട്ടെ, എല്ലാ മേഖലയിലും ഈ ശബരിമല മണ്ഡലകാലത്ത് എല്ലാവരുടെയും നല്ല ഉത്സവവും കച്ചവടവും കാര്യവും എല്ലാം ഉള്ളൊരു കേരളത്തിൻ്റെ ഉണർവുള്ള സമയമാണ് മണ്ഡലകാലം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് തോലും, പലയാൾക്കും തോലുകളും കാര്യങ്ങളും ഒക്കെ കിട്ടി ഒരുപാട് സമ്പാദ്യങ്ങളും നാട്ടും പുറത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം അസമയത്താണ് ഉണരുക. അതുവരെ വലിയ മഹാക്ഷേത്രങ്ങളിൽ എപ്പോൾ ആളുണ്ടാവും, എന്നാൽ ചെറിയ ക്ഷേത്രങ്ങളിൽ ആൾ കുറവായിരിക്കും. എന്നാൽ ഈ മണ്ഡലകാലം തുടങ്ങിയതോടെ കീർത്തനങ്ങളും ശരണം വിളിയും എല്ലാം കൊണ്ട് ഒരു ശബ്ദമുഖരിതമായി ഒരു ഭക്തിതന്ത്രമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശബരിമല ക്ഷേത്രത്തിന് സാധിച്ചിട്ടുണ്ട്. അത് അഴിമന്നിങ്ങോട്ടെ ജനങ്ങൾക്ക് ഭക്തി കൂടി തന്നെ. ഭക്തന്മാർ കൂടിയും ശബരിമലയ്ക്ക് ശേഷമാണ്. ശബരിമല അയ്യപ്പന്മാർ പോക്ക് തുടങ്ങിയ കൂടുതലാക്ക് ഭക്തി വന്നത്. അതിന് മുമ്പ് എന്ത് ക്ഷേത്രത്തിൽ ചില ആൾ പോവും, ചില ആൾ പോവില്ല. അങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ശബരിമല ക്ഷേത്രത്തിൽ ഒരുപാട് സ്വർണങ്ങളും കാര്യങ്ങളുണ്ട്. അതിന് കാവൽക്കാരും കുറേ ആളുണ്ട്. അവിടെ തന്ത്രിയുണ്ട്, മേൽശാന്തിയുണ്ട്, അതുപോലെ അതിന് കൂടുതലുള്ള ശാന്തിക്കാരുണ്ട്, അഡ്മിനിസ്റ്ററുണ്ട്, ദേവസ്വം ബോർഡുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്, പോലീസുകാരുണ്ട്. ഒരുപാട് ആളുകൾ ഇതിന് കാവലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പുറമെ അയ്യപ്പദേവ സംഘമുണ്ട്. എല്ലാം നോക്കി എന്തെങ്കിലും തകരാറ് പറ്റുമോ എന്നുള്ളത് വെച്ചാൽ ഇന്ത്യ ഐക്യ വേദിയുണ്ട്. ഇവരൊക്കെ ശബരിമല ക്ഷേത്രത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇരുന്നില്ല. പക്ഷേ പണ്ട് നാടോടിക്കാറ്റ് തിലകം പറഞ്ഞിട്ട് പിന്നെ മലപ്പുറം കത്തി, അമ്പും വില്ലും, ടൈം ബോംബ്, അതുപോലെ തന്നെ തോക്ക്, ഇതൊക്കെ മുഴക്കയുടെ മൂട് അവസാനം അദ്ദേഹം പറഞ്ഞതാ. എൻ്റെ എന്തായി പവനായി ശവമായി. അതുപോലെ ഇവരൊക്കെ കാവലിൻ്റെറ്റോ വാതിലും കൊണ്ടുപോയി, ദ്വാരകപാലകന്മാരെയും കൊണ്ടുപോയി. ഇവരിൽ എവിടെയും നോക്കിയിരുന്നത് ആരെ കയ്യിലൊരു വിശ്വര് പോലും ഇല്ല. ആകെ കിട്ടിയത് യേശാറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു വിശ്വര് കിട്ടിയത്. ചിത്രക്കാരൻ ആൾക്കാർ ഉണ്ടായിട്ടു ഒരു ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇതിൻ്റെ എടുത്തു കൊണ്ടുവരുന്ന എങ്ങനെ വിശ്വസിക്കും നമ്മൾ? കാരണം ഇതിൻ്റെ ഒന്നാമത്തെ പ്രതി തന്ത്രിയാണ്. തന്ത്രി പറയാണ്ട് ഒരു സാധനം പുറത്തേക്ക് പോകാനാവില്ല. തന്ത്രിയാണ് ഇതിപ്പം ഇന്നലെ തുടങ്ങിയല്ല. 2019 തുടങ്ങിയെന്ന് പറഞ്ഞാലും 6 കൊല്ലമായില്ലേ. അപ്പം അതിൻ്റെ മുമ്പും ഉണ്ട്. അതിന് മുമ്പ് പല ആൾക്കാരും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ധാരകപാല ശില്പവും അതുപോലെ തന്നെ വാതിലെല്ലാം കൊണ്ടുപോയത് 2019. ഈ 6 കൊല്ലത്തിനെടുക്ക് ഇവർക്ക് ആർക്കും കണ്ടുപിടിക്കാനായില്ല എന്ന് പറഞ്ഞാൽ അവസാനം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറഞ്ഞു അവിടുത്തെ പീഡാടയില്ല എന്നുള്ളത്. എന്നേരം എല്ലാവർക്കും മനസ്സിലായി. ഇത്രക്കാരും കാലം ശബരിമലക്ക് പോകുന്ന നേരത്ത് എല്ലാ ആൾക്കാരും ഇങ്ങനെ നോക്കി നേരത്ത് ഇതെല്ലാം കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ റെഡിയാ നോക്കി. നമ്മൾ ഹിന്ദു എപ്പോൾ ഉണരുക? ഹിന്ദുവിനെന്താ പറ്റിയത്? കേരളത്തിൽ ഹിന്ദുക്കൊക്കെ എന്ത് പറ്റി? ഒന്നും നോക്കാണ്ട് ഇതിങ്ങനെ പിന്നെ കവർച്ച ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇത്രക്കാലം അയ്യപ്പനെ കൊണ്ടുപോയത് ബാക്കിയായി. ഉദാഹരണം, ഇവരൊന്നാലും ദൈവം വെറുതെ വിടൂല. ഇവർക്കെല്ലാം എന്ന് വെച്ചാൽ ദൈവം അതിൻ്റെ ശിക്ഷ കൊടുക്കും. അതിനെപ്പറ്റി ഇന്ന് പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണണം, എന്നാലും അതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഇതിപ്പം കോടതിൻ്റെ മുമ്പിലുള്ള കേസാണിത്. കോടതിയാണ് ഇത് കേസ് നടത്തുന്നത്. അതുകൊണ്ട് ആളുകൾക്ക് ഒരു വിശ്വാസം.
ആളുകൾ രോഷാകുലരാണ്. പക്ഷെ എല്ലാവരും ശ്രമിച്ചിരിക്കുന്നത് കോടതിയാണല്ലോ ആ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും എന്നുള്ളൊരൊറ്റ വിശ്വാസത്തിന്റെ മേലാണ് ജനങ്ങളിങ്ങനെ നിൽക്കുന്നത്. ചില ആളുകളിലും പറയും സുരേന്ദ്രൻ CBI വരണോ, അല്ലെങ്കിൽ മറ്റ് അന്വേഷണം. CBI വന്നിട്ടുണ്ട് അവിടെ. CBI അന്വേഷിച്ച് എത്ര കേസ് അവിടെ ഉണ്ടായി? അവയ കേസുണ്ടായി, ചേകന്നൂർ ആരോഗ്യ കേസുണ്ടായി, അതുപോലെ വാളയാർ പെൺകുട്ടികളുടെ കേസുണ്ടായി, കിളിരൂർ കേസുണ്ടായി. ഇതെല്ലാം CBI അന്വേഷിച്ച് എന്തെങ്കിലും ചുക്കുണ്ടായിരുന്നു ഇവിടെ. ഈ സുരേന്ദ്രൻ പറഞ്ഞിട്ടായിരിക്കും ഇവരുടെ കയ്യിലറ്റ CBI ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ട്. ഇടതുപക്ഷത്തിന് വേണ്ടിക്കാൻ CBI കൊണ്ടും ED കൊണ്ടും കസ്റ്റംസിനെ കൊണ്ടും എല്ലാം അവർക്കാണ് അതിന്റെ സ്വാധീനമുണ്ട്. മറ്റുകൊണ്ട് BJPക്ക് ഒന്നും ഒരു സ്വാധീനം ഇല്ലൊന്നും ഉണ്ട് നിൽക്കുന്നില്ല. എന്നാൽ ഇതിപ്പോ ഓരോരുത്തരും പറഞ്ഞത് ഞാനല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് എൻ്റെ അടുത്ത് വേറെ ആളെന്നാ, അതിൻ്റെ ചെമ്പ് വാടിയാന്ന്. പിന്നെ ഉണ്ണികൃഷ്ണൻ എന്താ സ്വർണം കൊടുത്ത് ചെമ്പ് വാടിയാന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ണികൃഷ്ണൻ സുഖമല്ലേ, ഉള്ളിടത്തേക്ക് കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുക. അത് യഥാർത്ഥത്തിൽ പറഞ്ഞെങ്കിൽ തന്ത്രി എനിക്ക് അതിൽ എന്തോ ഒരു പന്തി കേട്ട്. എംബ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. അപ്പൊ എംബ്രാനിന് ശരിയാണ്, അതാണ്. അപ്പോ എംബ്രാനാണ് ഇതിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ട ആള്. ഇത് തെളിയിക്കുവാനും കാര്യങ്ങളും എഴുതിയാ പറ്റിയത്. അയ്യപ്പനും കുടിയിട്ടാണല്ലേ, എന്താ ചെയ്യേണ്ടത്? തന്ത്രി കുടിയിക്കില്ല. ഇതിനകത്ത് 10 പേര് ഒപ്പിട്ട് കൊടുത്തതല്ലേ ഇത്. പ്രതികളിപ്പം 2 ആളെയായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള അറസ്റ്റ് ചെയ്യുക പോന്നാളുള്ളൂ. ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഓരോ ദേവീദേവന്മാരുടെ ഇത് അപഹരിച്ചാലുള്ള ശിക്ഷയെ പറ്റിയാണ്. അത് ഏറ്റവും പറയാനുള്ളത് ഭഗവതിന്റെ എന്തെങ്കിലും സ്വത്ത് അപഹരിച്ചോ സ്വർണ്ണമോ പണമോ മറ്റോ ഒപ്പിച്ചോ അതിന്റെ ശിക്ഷ അന്നേരം കിട്ടും. അത് ഭഗവതിന്റെ ഒരു സ്വർണം കൊണ്ടുപോയിട്ട് വിറ്റ് വേറെ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുപോയിട്ട് ഒരു കഥ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര ഉണ്ടായത്. ആ കുടുംബം മുഴുവൻ നശിച്ചു പോയി. ഒരു വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബേനും മാഷും അതുപോലെ തന്നെ അവരുടെ ഭാര്യ മക്കളുടെ നല്ല വിദ്യാഭ്യാസമുണ്ട്. എല്ലാറ്റിനും ഭ്രാന്തെടുത്ത് ഒരു മോൻ രാജ്യം വിട്ടുപോയി. 2 പെൺകുട്ടികൾക്ക് ഭ്രാന്തെടുത്ത് ആ മാഷ് വിഷം കുടിച്ച് മരിച്ച്, ഒരാൾ തൂങ്ങി മരിച്ച്. ഇതൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ ഈ ഭഗവതിൻ്റെ സ്വത്തെടുത്താൽ അത് കാണിക്കുകയും ചെയ്യും. ഭഗവതിനെ ചോദിക്കും. ഇവരെല്ലാം ഈ ശബരിമലയപ്പനും ഗുരുവായൂരപ്പനും കുറച്ച് കാലം കഴിഞ്ഞാറ്റാല്ലേ അവസാനം അവരങ്ങനെ ചെയ്യും. അവരത്ര കടുപ്പം ചെയ്യില്ല. എന്നാൽ ഭഗവതിക്കല്ല, ഒരു വീട്ടിന് 2 മുറിയുന്നതാണ്. ഭഗവതി ഒരിക്കലും ക്ഷമിക്കൂല, ഭക്തനോടും കൂടി ക്ഷമിക്കൂല. അതിൻ്റെ ഒരു കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് കൊടുങ്ങല്ലൂർ ഭഗവതിൻ്റെ തറയുണ്ടായിരുന്നു. പൂർവന്മാരെ അവിടെ പൂർവ്വകാലത്തുള്ളതാ. അവിടെ നിന്ന് ഇങ്ങനെ കുരിശിയും കാര്യമില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞ് കാലം ഇങ്ങനെ കഴിഞ്ഞിട്ട് ഒരു മക എന്ത് ചെയ്ത് ആ തറ പറിച്ചു കഴിഞ്ഞു. പിന്നെ കുരിശിയും കാര്യവും പൂജയും ഒന്നുമില്ല. തറ പറിച്ചോട് കൂടിയിട്ട് അവിടെ ബസവഞ്ചകം വന്നിന്. 5 പേരാ കുടുംബത്തിന് മരിച്ചത്. 5 ആള് ഒരു കൊല്ലത്തിലെടുക്ക്. അതാദ്യം മരിക്കുക അവിട്ടോ ചൊവ്വാഴ്ചയും തുടങ്ങുമ്പോൾ ആദ്യത്തെ മരണം വരിക. പിന്നെ ചതിയും വെള്ളിയാഴ്ച കൂടി വരുമ്പോൾ ഇങ്ങനെയാണ്ട വസവഞ്ചകം വരിക. അപ്പോൾ വസുവഞ്ചകം വന്ന് കണ്ടിട്ടുണ്ട്. ഭഗവതിയുടെ ക്ഷേത്രത്തിൽ ആരും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ബുദ്ധി കുറഞ്ഞല്ല എടുക്കും. പിന്നെ കുട്ടിച്ചാത്തനാണ് ഉണ്ടാവുന്നത്. കുട്ടിച്ചാത്തൻ്റെ സ്വത്ത് എടുത്തു കഴിഞ്ഞാൽ കുട്ടിച്ചാത്തങ്ങളെ വെട്ടിയുള്ള പണം മാടിക്കിട്ടുണ്ട്. അത്രയും ശക്തിയുണ്ട്. അതുപോലെ തീ കൊണ്ടുള്ള കളിയായിരിക്കും. വിട്ടക തീ പിടിച്ച് നാശത്തിൻ്റെ വിത്താവും. അതുപോലെ ഭക്ഷണത്തിലുള്ള അമേദ്യം വരും. അമേദ്യം കാണും ഭക്ഷണത്തിലോ. അതുകൊണ്ട് കുട്ടിച്ചാത്തനൊന്നും ആരും എടുക്കുക നിൽക്കല്ല ഭഗവതിൻ്റെതും. പിന്നെ മറ്റുള്ള ദേവന്മാരല്ലോ എന്ന് വെച്ചാൽ സാത്വികന്മാരാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ ശിക്ഷ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ശബരിമല അയ്യപ്പൻ എഴുതിയില്ല. വെണ്ണപ്പാനിയും വല്ല എഴുതി കണ്ടോട്ടുന്നാ പറയുന്നത് അയ്യപ്പൻ തോന്നുന്നത്. കാരണം ഈ തന്ത്രിയൊക്കെ എന്ത് എടുക്കുവാണ്, തന്ത്രിയുടെ ശിക്ഷ എങ്ങനെയാണ് തന്ത്രിക്ക് കൊടുക്കേണ്ടതെന്നാണ് അയ്യപ്പൻ നോക്കുന്നത്. ഇവരെല്ലാം കട്ട് കൊണ്ടുപോയി. ആരുമില്ല ചോദിക്കുവാനും പറയാനും ഒന്നുമില്ല. പല ആൾക്കാരുണ്ടിട്ട് എല്ലാവരും അയ്യപ്പനെ നോക്കിയിട്ട് അയ്യപ്പൻ്റെ സ്വത്ത് ആരും എടുത്തിട്ടുണ്ടോ ആരും നോക്കിയില്ല. അതുകൊണ്ട് അയ്യപ്പന് അതിൻ്റെ കടുത്ത വർഷം അയ്യപ്പനുണ്ടാവും. ഏതായാലും ഇവരെ വെറുതെ ഒന്നും വിടുവാൻ പോകുന്നില്ല. അതിന് ഓരോ ആളുകൾക്കും വരുന്നത് ഇവിടെ പറയാം. അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ സ്വത്തെടുത്ത കള്ളന്മാരുണ്ട്. അതുപോലെ പിന്നെ ഗണപതിൻ്റെ എടുത്താൽ ഏത് സംഗതിക്ക് കഴിഞ്ഞാലും ഒരിക്കലും തടസ്സമായിരിക്കും. ഒന്നും അവർ സമ്മതിക്കൂല ഗണപതിൻ്റെ എടുത്താൽ. അതുപോലെ സുബ്രഹ്മണ്യൻ്റെ എടുത്ത കുടുംബകലഹം കൊണ്ടല്ല നാശത്തിൻ്റെ വിത്താവും. ശിവന്റെ എടുത്താൽ
ശിവന്റെ നിത്യരോഗിയായി മാറുന്ന ശിവന്റെ സ്വത്തിൽ ഒരു നിത്യരോഗിയായി ഇപ്പം വീട്ടിലല്ലോ. ഇതിപ്പം അയ്യപ്പൻ്റെ അടുത്ത് എന്താ വെച്ചാൽ ആദ്യത്തേത് ഇതിലൊന്നാം പ്രതി എന്ന് പറഞ്ഞാൽ മുരാരി ബാബുജാൻ ശരിക്കും മുഖലക്ഷണം കൊണ്ട് പറഞ്ഞു. ഞാൻ അസ്തരക ജ്യോതിഷ സാമുദ്രിക ലക്ഷണം ഒരാളുടെ മുഖലക്ഷണം നോക്കി പറയുന്നതാണ്. എൻ്റെ പേര് കണാരൻ ഒക്കെ. അപ്പോൾ ഇത് മുരാരി ബാബുവിന് ഉണ്ടാകുന്ന അവൻ്റെ മുഖലക്ഷണത്തോടു കൂടി പറയുന്ന രൂക്ഷമാ അച്യുതൻവിത്തം സൂക്ഷിക്കുന്നവനുള്ളതാ കുക്ഷിയോഗി അവൻ കള്ള സാക്ഷി നിൽക്കാണ് മുത്തവൻ. രൂക്ഷമാ അച്യുതൻവിത്തം സൂക്ഷിക്കുന്നവനുള്ള രൂക്ഷമായ കണ്ണാണ് മുരാരി ബാബുവിൻ്റെ. ഒരു ധാരാളം പൊന്നും പണവും ഒരു സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾ എത്ര ഉറുപ്പ്യൻ്റെ എത്ര കോടീൻ്റെ ഇത് പുറത്തുണ്ടെങ്കിലും അതിനെ കാണാൻ ഉള്ളിൽ അവൻ്റെ ഗോഡൗണിലുണ്ട്. ഓൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാകും അവനുള്ളതാ. അത്രയും വലിയ കണ്ണവൻ്റെ കണ്ണിന് എന്താ പറയുക മൃത്യുദൃഷ്ടി പോലത്തെ കണ്ണാ. ചില ആൾ കണ്ണിന് പ്രത്യേകതയുണ്ട്. ചില പൊട്ടിക്കണ്ണന്മാർന്നെല്ലാം പറയുമ്പോഴല്ലേ അതുപോലെയാണ് ഈ മുരാരി ബാബുവിൻ്റെ കണ്ണുകൊണ്ട് കണ്ട അതുപോലെയുള്ളതാ. അങ്ങനെ പലയിടത്തും എടുത്തിക്കേണ്ട ഒരു ഒരാളുണ്ട്. രൂക്ഷമാം അച്യുതൻവിത്തം സൂക്ഷിക്കുന്നവനുള്ളതാ കുഷ്ഠരോഗി അവൻ കള്ള സാക്ഷി നിൽക്കാനും മുത്തവന്. വയറ്റിൻ്റെ അസുഖമാണ് ഇവനുണ്ടാകുന്ന വയറ്റ് ക്യാൻസർ വരുന്നറിയുന്നത്. അതുപോലെ തന്നെ കള്ളസാക്ഷി അറിയാനും ഏറ്റവും മിടുക്കാനാ. പിന്നെ വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര താല്പര്യമുള്ള മുഖലക്ഷണം കൊണ്ട് പറയാണ്. ഇത്ര താല്പര്യമുള്ള ഒരാളെ നിങ്ങൾ കാണില്ല. ഇത്ര കിട്ടിയാലും മതിയോ എല്ലാം മാണം വെച്ചാൽ ഒന്നും കയ്യിലിട്ടുണ്ടാവില്ല. ഒക്കെ വേറെ ആൾ കൊണ്ടുപോകും. ഇവരെല്ലാം നാട് വിട്ടിട്ട് സഞ്ചരിക്കും. ഈ നാട്ടിൽ തന്നെ ആളുകൾ നിൽക്കൂല. ഇവരെല്ലാം നാട് വിട്ട് ഇരന്നു പോകും ഇവരെല്ലാം എന്ന് പറയുന്നത്. ഭഗവാൻ അവരെ അത്തരത്തിലാക്കും. ഒരു യാചകനെ പോലെ ജീവിക്കേണ്ടി വരും അവസാനം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. പിന്നെ വരുന്ന പത്മകുമാറിൻ്റെ മുഖലക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം ചെയ്തതിന് പാശ്ചാത്തപിക്കുന്നുണ്ട് അയാൾ. ഒന്ന് പൊട്ടിക്കരഞ്ഞാലോ എന്ന് വിചാരിക്കുന്നുണ്ട് പത്മകുമാർ. അതിന് പോലും അയാൾക്ക് സാധിക്കുന്നില്ല. ഒന്ന് പൊട്ടിക്കരിയാൻ പോലും അയാൾക്ക് സാധിക്കുന്നില്ല. അയാളുടെ വീട്ടിലെല്ലാവരും മറ്റുള്ള എല്ലാ ആൾക്കാരും അയാൾക്കെതിരാണ്. ഈ ഒരു സ്ഥാനത്തിരുന്നിട്ട് പിന്നെ നോക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ അയാൾക്കൊന്നും കൊള്ളാത്തവനായി വരില്ലേ. താനിരിക്കേണ്ട അടുത്ത് താനിരിക്കണം, അല്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കും. താനിരിക്കണം, അല്ലെ അവിടെ പട്ടി കയറിയിരിക്കും. അതുപോലെ താനിരിക്കാതെ കൊണ്ടാണ് ഉണ്ണികൃഷ്ണനെ പോലത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലത്തെ ആള് ഇതൊക്കെ കാര്യം നിരക്കുന്നത്. അവനവൻ ഇരിക്കുന്നിട്ട് അവനോ ഇരിക്കണം, പിന്നെ കാര്യമില്ല. അയാൾക്കിപ്പോൾ ഒരു കുറ്റബോധമുണ്ട് ഭയങ്കരം. അയാളുടെ മുഖത്ത് നോക്കി അറിയാം. ഏറ്റവും ഒരു കുറ്റബോധമുള്ള ആള് ഈ പത്മകുമാറാണ്. അയാൾക്ക് അതിൽ വലിയ സങ്കടമുണ്ട്. അയാളുടെ മുഖഭാവം കണ്ടാൽ അറിയാം എന്തോ അങ്ങനെ പെട്ടുപോയി. അയാള് അപമാനം കൊണ്ട് ഇപ്പോൾ അയാൾ സ്വയം തന്നെ അപമാനം വന്നു അയാൾക്ക്. മറ്റുള്ളവരെ വായിച്ചിട്ടല്ല. ഞാൻ ഒന്നിനും മോശക്കാരനാണെന്ന് അയാൾക്ക് സ്വന്തം തോന്നി തുടങ്ങി. അതുപോലെ തന്നെ വീട്ടിലും അതുപോലെ തന്നെ മക്കളും എല്ലാം ഇയാൾ പറയും പോലെ അല്ല ഇപ്പോൾ ഉള്ളത്. മക്കൾക്കെല്ലാം എതിർപ്പാണ് ഇയാൾ. പിന്നെ ഒരാൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അയാൾക്ക് സ്വത്ത് താനേ വന്നുള്ളൂ. അയാൾ അവഹരിക്കണമെന്നില്ല. ലക്ഷണപുത്രൻ അങ്ങ് എന്തിനയ്യോ ധനം, അവൻ ലക്ഷണപുത്രൻ അങ്ങ് എന്തിനോ ദയ്യോ. ലക്ഷണം ഒത്തിയൊരു ധനം ധാരാളം വന്നുകൊണ്ടിരിക്കും. ലക്ഷണം കെട്ടുകയാണെങ്കിലോ താൽക്കാലികണ്ട ഒക്കെ നശിച്ചു പോകും. അതാദ്യം മനസ്സിലാക്കണം. ഒരാൾ അത് അവഹരിച്ച് എടുത്തതിനെ കൊണ്ടൊന്നും ഒരാൾ ചിലപ്പോൾ കാലഘട്ടം വരെ ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന തെറ്റ് ഭാര്യക്കും കുട്ടികൾക്കും മറ്റും അതിൻ്റെ പിന്നെ കഷ്ടനഷ്ടങ്ങളെ അനുഭവിക്കുമോ? അതല്ലേ പിന്നെ രത്നാകരൻ എന്ന കാട്ടാളെ അത് രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹർഷിമാരെ പിടിച്ച് പറിക്കുമ്പോൾ അവർ ചോദിച്ച് നിങ്ങൾ ഈ ചെയ്യുന്ന കുറ്റമല്ല നിങ്ങളെ ഭാര്യയും മക്കളെയും കൂടി ഏറ്റെടുക്കുമോ? നിങ്ങൾ പറയുന്നത് ഭാര്യയും മക്കളും പോറ്റാൻ വേണ്ടി ഞാൻ ക്രൂര കുറ്റങ്ങൾ ചെയ്തത് പാവങ്ങൾ അവർ ഏറ്റെടുക്കുമെന്ന് ചോദിച്ചു. അത് ഞാൻ ചോദിച്ചിട്ട് വായിച്ചു. അന്നേരം അവരെന്താ പറഞ്ഞത്? നിത്യേന ചെയ്യുന്ന കർമ്മഗുണവനം കർത്താവ് ഒഴിഞ്ഞു വെച്ച് അന്യം ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ച് ചെയ്തു തന്നെ വരൂ. അന്നേരം ആൾക്ക് മനസ്സിലായി ഈ തെറ്റെല്ലാം ഞാൻ ചെയ്ത് ഞാൻ മാത്രം അനുഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ വാൽമീകിയായി സന്യാസിയായി ആ മഹർഷിമാർ പറഞ്ഞ പോലെ പുറ്റിൻ്റെ അമ്മരയും മരം എന്ന് രാമരാമ എന്ന് ജയിച്ച് ജയിച്ച അയാൾ പുറ്റിനുള്ളിൽ ഒരു വാൽമീകി മഹർഷിയായി മാറിയതാണ്. അപ്പോൾ ഒരാൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തനിയെ വന്നോളൂ. വെറുതെ പറയുന്നതല്ലേ. ഒരുപാട് ആളുകളുടെ കൈകളും ജാതകവും മുഖലക്ഷണവും ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു
ഒരു സന്യാസിൻ്റെ അനുഗ്രഹം കിട്ടിയാലും മതി. ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയ എത്ര ആളോ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സന്യാസിൻ്റെ അനുഗ്രഹം കിട്ടിയോണ്ട നരേന്ദ്രമോദി ഒരു സന്യാസിൻ്റെ അനുഗ്രഹം കിട്ടി. അയാൾ എത്രയോ കാലം അയാളെ സേവിക്കാന്ന് പറഞ്ഞിട്ടൊന്നും അയാൾ സമ്മതിച്ചില്ല. ഞാൻ പറയുമെന്നും പറഞ്ഞു പോയിട്ട് അങ്ങനെ അയാൾ പ്രധാനമന്ത്രി. ഇപ്പോൾ അയാളെ ആ സന്യാസി സമാധിയായിപ്പോയി. അപ്പോൾ ഒരാൾ അനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യൻ നന്നാവും. അതുകൊണ്ട് മറ്റൊരുത്തിൻ്റെ അവഹരിക്കാനോ ഒന്നിനും പോകേണ്ട ആവശ്യമില്ല. ഈ കുറ്റബോധം കൊണ്ട് ഇനി പത്മകുമാറി ചിലപ്പോൾ ഒരു സന്യാസിയായിട്ട് തന്നെ മാറുവാനാ സാധ്യതയുള്ളത്. അയാൾക്ക് ഒന്ന് കുറ്റം ചെയ്താലും കുറ്റബോധമുണ്ട്. മുരാരി ബാബുവിന് ഒരു കുറ്റബോധവും ഇല്ല. അയാളുടെ മുഖം നോക്കിയാൽ ഞങ്ങൾക്കറിയാം അയാൾ രൂക്ഷമായ കണ്ണായാൾ. അയാളെ മുഖത്ത് നോക്കി പറയാൻ തന്നെ സാധ്യമല്ല. അയാൾ ഒന്ന് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ അനുസരിക്കേണ്ടി വരും. അത്രയും വലിയ ഒരു രൂക്ഷമായ കണ്ണായാളുണ്ട്. അയാൾ ഈ പറഞ്ഞ പോലെ രോഗിയായി മാറും. എല്ലാ സ്വത്തും ഉണ്ടെങ്കിലും അയാൾ കഷ്ടപ്പെട്ടു പോകും. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ട് എന്തിനാരൊക്കെ വേണ്ടിയിട്ടല്ലോ ഭക്ഷണം കഴിക്കുകയും കൂടി അയാൾക്കാവില്ല. അതുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ സ്വത്ത്, അതുപോലെ ഭഗവതിൻ്റെ സ്വത്ത് എങ്ങനെ എടുത്താലും അവരനുഭവിക്കേണ്ടത്. ഞാൻ ദൃക്സാക്ഷിയാണ് പല കാര്യത്തിലും. ഒരുപാട് ആൾക്കാരെ എന്നോട് വന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടു, ഇന്നൊരു സംഭവമുണ്ട്, അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി തന്നെ വരും. ചിലത് പ്രായശ്ചിത്തം ചെയ്താലും ഇല്ല. ഭഗവതിക്ക് പ്രായശ്ചിത്തം ചെയ്താലും ചിലപ്പോൾ ഒന്ന് ശിക്ഷ കഴിഞ്ഞാൽ അത് ഭക്തനായാലും ഇല്ല, മറ്റുള്ളവരായില്ല. ഭക്തന്മാരെ എന്തെങ്കിലും ചെയ്താൽ അത് ഭഗവതി ശിക്ഷിക്കും. ഭഗവതിൻ്റെ ഭക്തന്മാരെ ആരെങ്കിലും എന്തെങ്കിലും ദ്രോഹിക്കോ അതുപോലെ തന്നെ വേറെ കൂടോത്രം വരെ ചെയ്താൽ അവർക്ക് തിരിച്ചടിക്കുന്നതാണ് ഭഗവതി ഭക്തന്മാർക്ക് ചെയ്താൽ. ഭഗവതി ഭക്തന്മാരുടെ അമ്മേൻ്റെ മക്കളാണ്. മക്കൾ കുറ്റക്കാരാച്ചാൽ അത് ശിക്ഷിക്കും. അതിന് അന്യന്മാർ മക്കളെ ദ്രോഹിച്ച അമ്മമാർ ശിക്ഷിക്കും. അതുപോലെ തന്നെ ഭഗവതി ഭക്തന്മാർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ഭഗവതി ശിക്ഷിക്കും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെയുള്ളൂ. കാരണം ശബരിമല എന്ന് പറയുന്ന ഈ അക്ഷയകനി നമ്മൾ ഇല്ലാതാക്കാൻ കാരണം വെച്ചാൽ ഇത്രയും ആളുകൾ ജീവിക്കുന്ന ഒരു സംഗതി വേറെ ഒരു ക്ഷേത്രത്തിലുമില്ല. ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ പുറത്തുള്ള ഒരുപാട് സ്റ്റേറ്റിൻ്റെ പുറത്തുള്ള ആളുകളും. മറ്റേ അയ്യപ്പൻ ഒരു ആഗോള ദേവനാ. അത് അയ്യപ്പൻ ഒരു ചില്ലറക്കാരനൊന്നുമില്ല. അയ്യപ്പനുമായിട്ടേക്ക് ഇവരൊക്കെ നിഷ്കരണം ശിക്ഷിക്കുന്ന ശിക്ഷ വരുമെന്നുള്ള തീർച്ചയായും കാര്യം. അതുകൊണ്ട് ഈ വീഡിയോ ഇടണോ എന്ന് ഞാൻ കുറേ കാലം വിചാരിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ അയ്യപ്പൻ്റെ ഈ സ്വത്താവഹരിച്ചുകൊണ്ട് ഭക്തന്മാർക്കെല്ലാം വളരെയധികം അമർഷം എനക്കും ഉള്ളിലുണ്ട്. ഇവരെന്താ ശിക്ഷ കൊടുക്കുക എന്നുള്ളത് പോലെ. അതുപോലെ തന്നെ കോടതിൻ്റെ ശിക്ഷ വേറെ ഉണ്ടാവും. അപ്പോൾ ജനങ്ങളിപ്പോൾ ഇളകാത്തതെന്ന് പറഞ്ഞാൽ കോടതിൻ്റെ ഇഷ്ടത്തിലാണല്ലേ. കോടതി ആകുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിന് എല്ലാവർക്കും വിശ്വാസമാണ്. എല്ലാ ജനങ്ങൾക്കും കോടതിയിൽ വിശ്വാസമുണ്ട്. ഈ കേസ് കഴിയുമ്പോൾ നോക്കാം നമുക്ക്. അതാ ജനങ്ങൾ അനങ്ങാത്തത്. കോടതിൻ്റെ കയ്യിലാണല്ലേ, കോടതി നേട്ടാണല്ലോ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ അമർഷ ഉള്ളിൽ ഒതുക്കി എന്താ കോടതിയിൽ ഇങ്ങനെ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.